അതുകൊണ്ട് ഒരാൾക്ക് മാറ്റമുണ്ടാവണോ, അവൻ ജീവിതത്തിൽ നന്മയുടെ വഴിത്താറയിലൂടെ കടന്നു ചെല്ലണോ. അള്ളാഹു പറയുകയാണ്, അവന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടാവാൻ ഒരേ ഒരു ചിന്ത മാത്രം മതി. അടുത്ത ദിവസം ഞാൻ മരിക്കുമെന്ന് കരുതുക. ഈ ഭൂമിയുടെ സുഭിക്ഷതയ്ക്ക് വേണ്ടിയല്ല ഞാൻ വന്നത്, ഇവിടെ അടിച്ചു പൊളിക്കാനല്ല ഞാൻ വന്നത്. ഇവിടെ പരമാവധി എന്റെ കാസർഗോഡ് പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, അടിച്ചു പൊളിയൽ അല്പം കൂടുതലാണോ എന്ന് സംശയമുള്ളവരോട്, ഇതിന് നമ്മൾ വന്നതല്ലല്ലോ, ഇവിടെ അടിച്ചു പൊളിക്കാൻ വന്നതല്ലല്ലോ, ഇവിടെ കൂത്താടാൻ നമ്മൾ വന്നതല്ലല്ലോ. ഇവിടെ എന്ത് പ്രയാസമുണ്ടായാലും ആഖിറത്തിൽ പ്രയാസപ്പെടുത്തല്ലേ അല്ലോ എന്നീ ദുനിയാവിനെ വലിച്ചെറിയാൻ, ഈ ദുനിയാവിന്റെ ദുഃഖത്തിന് പാമാക്യം കൊടുക്കാൻ, പരലോകത്തിന്റെ വിഫലതയെ കുറിച്ച് ചിന്തിക്കാൻ, എനിക്കെന്റെ കയ്യിൽ എന്താണുള്ളത്, എന്റെ റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോ എനിക്ക് ജീവിതത്തിൽ എന്താണ് ബാക്കിയുള്ളത് എന്ന് ജീവിതത്തിൽ എന്നോർക്കാൻ. അത് കണ്ട് സഹോദരങ്ങളെ, ഈ ഭൂമിയോട് തലാക്ക് ചെല്ലുക, ഈ ദുനിയാവിനെ വലുതായി കാണാതിരിക്കുക. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പത്നി ആയിഷ റളിയല്ലാഹു തആല പറയാണ്, ഒരു ദിവസം പാതിരാത്രിയിൽ ഞാൻ ഹബീബായ നബി തങ്ങളുടെ കൂടെ ഉറങ്ങാൻ കിടന്നു. രാത്രിയിൽ ഞാനും എന്റെ പ്രവാചകൻ ഒന്നിച്ച് കിടന്നുറങ്ങവേ പാതിരാ സമയത്ത് ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോ എന്നെ ഹബീബായ നബി തങ്ങളെ എന്റെ പരിസരത്ത് കാണാനില്ല. എനിക്ക് പേടിയായി, വിഹുലതയായി. രാത്രിയിൽ എന്റെ കൂടെ കിടന്നുറങ്ങാമെന്ന എന്റെ പ്രവാചകനെവിടെ, എന്നെ മുത്തുദൂതരെവിടെ, എന്റെ പ്രിയപ്പെട്ട ഹബീബെവിടെ? വിഹുലതയോടെ ഞാൻ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോ ഹബീബായ നബി തങ്ങളെ കാണുന്നില്ല. ഞാൻ മദീന മുഴുവനും പരതി നോക്കി, അവിടെയെങ്ങും അല്ലാഹുവിന്റെ റസൂലിനെ കാണുന്നില്ല. കുറെ കഴിഞ്ഞപ്പോ എന്റെ മനസ്സിനൊരു എനിക്കൊരു സംശയമായി. ഞാൻ ഉറങ്ങിയപ്പോ അടുത്ത ഭാര്യമാരുടെ വീട്ടിൽ പോയിട്ടുണ്ടാകുമോ? പെണ്ണല്ലേ, പെണ്ണങ്ങനെയൊക്കെ വിചാരിക്കൂ. പലപ്പോഴും അങ്ങനെയാണ്. എന്നെ ഉറക്കി കിടത്തിയിട്ട് മറുഭാര്യമാരുടെ വീട്ടിൽ പോയിട്ടുണ്ടാകുമോ? എത്ര സുന്ദരമായ ചരിത്രമെന്നറിയോ? ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, പാതിരാത്രിയിൽ ആരും അറിയാതെ പൂച്ചയെപ്പോലെ ശബ്ദം കേൾപ്പിക്കാറ് എല്ലാ ഭാര്യമാരുടെ വീടിന്റെ മുമ്പിലും പോയി ഞാൻ നോക്കി. അവിടെയൊന്നും അല്ലാഹുവിന്റെ റസൂൽ വന്നിട്ടില്ല. പിന്നെ എനിക്ക് പേടിയാവാൻ തുടങ്ങി. പാതിരാത്രി ഹബീബായ നബി തങ്ങളുടെ അല്ലാഹുവിന്റെ റസൂലിന് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടാകുമോ? പരിഭ്രാന്തിയോടെ ഞാൻ അവിടേക്ക് നോക്കുമ്പോ പെട്ടെന്ന് പാതിരാ സമയത്ത് കൊച്ചു കുഞ്ഞുങ്ങൾ പൊട്ടിക്കരയുന്നത് പോലെ, ശൈശവദിശയിലുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ പൊട്ടിക്കരയുന്നത് പോലെ ഒരു കരച്ചിൽ കേട്ടു. പാതിരാ സമയത്ത് മദീനയിൽ ആരാണ് കരയുന്നതെന്നറിയാണ്. പള്ളിയുടെ വാതിലിലൂടെ ഞാൻ എത്തി നോക്കുമ്പോ ഫൈദാഹിയ റസൂലുള്ളാഹ്, അവിടെ അല്ലാഹുവിന്റെ റസൂൽ കിടന്ന് കരയുകയാ. ഹബീബായ നബി തങ്ങൾ റുക്കൂയിൽ കിടക്കുന്നുണ്ട്, കണ്ണിലൂടെ കണ്ണുനീര് ചാലിട്ടൊടുക്കുന്നുണ്ട്. ഹബീബായ നബി തങ്ങൾ സുജൂദിൽ കിടക്കുന്നുണ്ട്. ആ സുജൂദിൽ കിടന്ന് എന്തോ കണ്ട് പേടിച്ചതുപോലെ കരയുന്നുണ്ട്. അവസാന നിസ്കാരമൊക്കെ കിടന്ന് സുജൂദിൽ കിടന്ന് അല്ലാഹുവിന്റെ റസൂൽ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുകയാ. പാതിരാവിന്റെ നിശബ്ദതയിൽ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ദുആ ചെയ്യുന്നതെന്നറിയാൻ ഞാൻ എന്റെ ചെവി ഇങ്ങനെ കൂർപ്പിച്ചു വെച്ചു. അപ്പോഴാണ് ദുആ എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, പ്രിയപ്പെട്ട പെങ്ങളെ, ഒരു ഭാര്യ ഭർത്താവിന്റെ കഥയാണിത്. പാതിരാസയത്ത് ഭാര്യയോടൊത്ത് കെട്ടിപ്പിടിച്ച് പരിരംഭണം ചെയ്ത് കിടന്നുറങ്ങി. അവസാനം ഇടയ്ക്കെഴുന്നേറ്റ് പോയി പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് തഹജ്ജുദ് നമസ്കാരം കഴിഞ്ഞ് കെട്ടപ്പെട്ട് ദുആ ചെയ്യുന്നവരെന്താ? ആയിഷ ബീവി പറയാ, ഞാൻ എന്റെ ചെവി ഇങ്ങനെ കൂർപ്പിച്ചു വെച്ചപ്പോ ആർക്ക് വേണ്ടിയാണ് ഈ പ്രത്യേക സമയത്ത് ദുആ ചെയ്യുന്നത്? പ്രാണപ്രേയസിയായ ആയിഷയ്ക്ക് വേണ്ടിയാണോ? കരളിന്റെ കഷണമായ ഫാത്തിമയ്ക്ക് വേണ്ടിയാണോ? സഹോദരങ്ങളെ, പാതിരാവിന്റെ
നിശബ്ദതയിൽ എഴുന്നേറ്റ് പോയി പള്ളിക്കുള്ളിലിരുന്ന് പൊട്ടിക്കരഞ്ഞിട്ട് ഹബീബായ നബി തങ്ങൾ ദുആ ചെയ്തതെന്തെന്നറിയോ? എന്റെ ഫാത്തിമയെ കാക്കണമെന്നല്ല, എന്റെ ആയിഷയെ കാക്കണമെന്നല്ല. അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനാ വഅമിത്നി മിസ്കീനാ. അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനാ. പടച്ചവനെ മുഹമ്മദിനെ നീ ദരിദ്രനാക്കി ജീവിപ്പിക്കണേ അല്ലാ. ഇതുപോലൊരു ദുആ ഒരിക്കലും കേട്ടിട്ടില്ല. അല്ലാഹുവേ മുഹമ്മദിനെ നീ ദരിദ്രനാക്കി ജീവിപ്പിക്കണേ അല്ലാ. ഇത് പറയുമ്പോ ആയിഷ ബീവി പറയാ, ഞാൻ ഞെട്ടിത്തെരിച്ചു പോയി. ഇനി എന്ത് ദാരിദ്ര്യമാണ് അനുഭവിക്കാനുള്ളത്? ഞങ്ങള് ജീവിതത്തിൽ അനുഭവിക്കാത്ത ദാരിദ്ര്യമില്ല. പലപ്പോഴും ഹബീബായ നബി തങ്ങൾ വയറ്റിൽ ഇങ്ങനെ കൈ ചേർത്ത് പൊട്ടിപ്പിടിച്ചിട്ട് വന്നിട്ട് പറയും, ആയിഷ വിശക്കുന്നു മോളെ, വിശക്കുന്നെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഭർത്താവ് വയറ്റിൽ പൊത്തുപിടിച്ചിട്ട് വരുമ്പോ അടുക്കളയിൽ നോക്കിയിട്ടൊരു കാരക്കയുടെ പകുതി പോലും കിട്ടാതെ ഞങ്ങള് ഭാര്യമാര് വാതിൽപ്പടിയിൽ നിന്ന് പൊട്ടി കരഞ്ഞു പോയിട്ടുണ്ട്. ഞങ്ങളുടെ ഭർത്താവ് വിശക്കുന്നെന്ന് പറഞ്ഞ് വീട്ടിൽ വരുമ്പോ ഒരു കാരക്കയുടെ പകുതി എടുത്തു കൊടുക്കാൻ അടുക്കളയിലില്ലാതെ ഞങ്ങൾ ഭാര്യമാര് എത്രയോ പ്രാവശ്യം ഏങ്ങി കരഞ്ഞിട്ടുണ്ട്. ഉപ്പളയിലെ പെങ്ങള് ഭർത്താവ് വന്നിട്ട് വിശക്കുന്നെന്ന് പറയുമ്പോ ഒരു നേരം കൊടുക്കാനില്ലെങ്കിലും അടുത്തൊരു നേരമെങ്കിലും കൊടുക്കാനുണ്ടല്ലോ. ഇത്രയേറെ ദാരിദ്ര്യം അനുഭവിച്ചൊരു കുടുംബത്തെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഹബീബായ നബി തങ്ങൾ പറയുമ്പോ ഞങ്ങൾ ഇങ്ങനെ പൊട്ടിക്കരയുന്നത് കാണുമ്പോ അടുത്തു വന്നിട്ട് പറയും, നിങ്ങൾ കരയണ്ട, ഞാനൊന്ന് സുന്നത്ത് നോമ്പ് പിടിച്ചോളാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആശ്വസിപ്പിക്കാറുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാ, ഞാൻ പലപ്പോഴും ഇശാ നിസ്കാരം കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ പോകുമ്പോ ഹബീബായ നബി തങ്ങൾ ഉറങ്ങിക്കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഉറങ്ങുന്നതെന്നറിയോ? താവിയാ, തന്റെ കാൽമുട്ടുകൾ വയറ്റിലേക്ക് ചേർത്ത് വെച്ചിട്ട് കൊഞ്ചു ചുരുണ്ട് കിടക്കുന്നത് പോലെയാണ് ഹബീബായ നബി തങ്ങളും ഭാര്യമാര് കിടക്കുന്നത്. ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞാല് മനസ്സിലാകുമോ എന്നറിയില്ല. എന്നാണ് കൊഞ്ചു ചുരുണ്ട് കിടക്കുന്നത് പോലെ കാൽമുട്ടുകൾ വയറ്റിലേക്ക് ചേർത്ത് വെച്ച് കിടക്കുകയാ. ഇബ്നു അബ്ബാസേ, എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഭാര്യമാരും എന്തിനാണ് അങ്ങനെ കിടക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, വലാ തജിദ് ലഹും അശാ, അവർക്കൊരൊറ്റ ദിവസം പോലും അത്താഴം കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടായിരുന്നില്ല. പാതിരാ സമയത്ത് ഉറങ്ങുന്ന നേരത്ത് ഭക്ഷണം കഴിക്കാനില്ലാതെ വയറൊട്ടി കിടക്കുമ്പോ ഉറക്കം വരാതെ കാൽമുട്ടുകൾ പള്ളയിലേക്ക് ചുരുട്ടി കേട്ടി വെച്ചിട്ട് കിടന്നുറങ്ങുന്ന ഹബീബായ നബി തങ്ങളെയും ഭാര്യമാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. കുപ്പളയിലെ പെങ്ങളെ, നിനക്ക് ചിന്തിക്കാൻ കഴിയോ? നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ കിടന്ന് രാത്രിയിൽ കഴിക്കാൻ ഭക്ഷണമില്ലാതെ കാൽമുട്ടുകൾ വയറ്റിലേക്ക് ചേർത്ത് വെച്ച് ഭാര്യമാരുടെ കൂടെ കിടന്ന പ്രവാചകനാണ് സുജൂദിൽ കിടന്ന് ദുആ ചെയ്യുന്നത്. അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനാ വഅമിത്നി മിസ്കീനാ. പടച്ചവനെ, നീ എന്നെ ദരിദ്രനാക്കണേ അല്ലാ. ആയിഷ ബീവി പറയാണ്, ഇനി എന്ത് ദാരിദ്ര്യമാണ് ഞങ്ങൾ അനുഭവിക്കാറുള്ളത്? ഞങ്ങളും ദാരിദ്ര്യത്തിലാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് കാരണമെന്നറിയോ? ഈ ജീവിതത്തെ ഒരു ജീവിതമായി ഖുർആൻ പരിഗണിച്ചിട്ടില്ല. ഇവിടെ എത്ര കഷ്ടപ്പെട്ടാലും അല്ലാഹുവിന്റെ പരലോകത്തെത്തുമ്പോ ചെറുപ്പക്കാരെ നമുക്ക് തല ഉയർത്തി നിൽക്കണ്ടേ. അതുകൊണ്ട് കള്ളിനോട് വിട, കഞ്ചാവിനോട് വിട, സിനിമയോട് വിട, ആവാസങ്ങളോട് വിട, ഈ കാണുന്ന ദീനിന് നിരക്കാത്ത ആവാസങ്ങളോട് വിട. ഇനി നമ്മൾ പുതിയ ചിന്തയിലേക്ക് നടന്നു പോവുക. ഈ ദുനിയാവ് സുഖിക്കാനുള്ളതല്ല, ഇത് ആസ്വദിക്കാനുള്ളതല്ല. പെങ്ങളെ, നിങ്ങൾ ജീവിതത്തിൽ ആഡംബരത്തെ കൊതിക്കുന്നുവോ? നിങ്ങൾ ഇവിടെ ഹറാമുകളെ കൊതിക്കുന്നുവോ? അല്ലാഹുവിற்கு സമ്പത്ത് കിടക്കുമ്പോ കല്യാണത്തിന്റെ പേരിൽ കോടികൾ ആടിത്തിമിറുക്കുന്ന, കല്യാണത്തിന്റെ തലേ ദിവസം ഗാനമേള നടത്തുന്ന, മഞ്ഞ കല്യാണം എന്ന പേരിൽ ആഭാസത്തെ വാരി വിടത്തുന്ന ഉമ്മായും ഉപ്പായും പ്രായപൂർത്തിയായ മകളുമൊക്കെ മഞ്ഞ വസ്ത്രം ധരിച്ചു അല്ലാഹുവിന്റെ ദീനിന്റെ ഔറത്ത് പോലും സൂക്ഷിക്കാതെ വീഡിയോ ടെലികാസ്റ്റിംഗ് നടത്തിയിട്ട് കല്യാണം ആർഭാടമാക്കുന്ന
പോകുന്ന പെങ്ങള്, കല്യാണം ആർഭാടമാക്കുന്നവര്, മാറണ്ട മോനെ. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവ് നിങ്ങളെ ചതിക്കുമേ. അതുകൊണ്ട് ഈ ആഡംബരത്തിനോട് വിട പറയണം, ഈ അനാശാസ്യത്തിനോട് വിട പറയണം. ഇതൊക്കെ പറയുമ്പോ മൂല്യാക്കന്മാര് മൂരാച്ചികളോ വാക്കലിമാര് പ്രസംഗിക്കുന്നതെന്തിനാ? അവരുടെ മേല് കുതിര കയറാനാണ് ആൾക്കാർക്ക് താല്പര്യം. ആരൊക്കെ പറഞ്ഞാലും ഞങ്ങളിത് ചെയ്യുമെന്ന് പറയുന്നവരോട് സമ്പത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്നുവെങ്കിൽ കാറൂനിനെ ഓർക്കുക, കുടുംബത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്നെങ്കിൽ അബൂലഹബിനെ ഓർക്കുക, സമ്പത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്നെങ്കിൽ കാറൂനെ ഓർക്കുക. തന്റെ സമ്പത്തിന്റെ ആഡംബരം കാണിക്കാൻ ആയിരക്കണക്കിന് കുതിരകൾ, കുതിരയുടെ മുകളിൽ സ്വർണ്ണ ഖജനാവുകൾ, 10,000കണക്കിന് അനുയായികളുമായി തന്റെ നാട്ടിലൂടെ തന്റെ സമ്പത്തിന്റെ ആഡംബരം കാണിച്ച കാറൂൻ അവനെ ഭൂമി വിഴുങ്ങിക്കളഞ്ഞുവത്രേ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് സഹോദരാ സഹോദരി, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവ് ഏത് സമയത്തും നിങ്ങളെ വഞ്ചിച്ചു കളയും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് ഖുർആൻ സൂറത്തുൽ മുൽക്കിന്റെ 2ാമത്തെ ആയത്ത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ, അവൻ മരണത്തെ സൃഷ്ടിച്ചവനാണ്, വൽ ഹയാത്ത ജീവിതത്തെ സൃഷ്ടിച്ചവനാണ്. അപ്പൊ യഥാർത്ഥ ജീവിതം മരണത്തിന് ശേഷമുള്ള ജീവിതമാണ്. മരണത്തെ മുമ്പുള്ള ജീവിതം അല്ലാഹു പറഞ്ഞിട്ടേ ഇല്ല. കാരണം ഇതൊരു ജീവിതം അല്ല മനുഷ്യന്മാരെ. ഏത് ഒക്കെ ഞാൻ പറയാം നിങ്ങൾ അടങ്ങിയിരിക്കേ, നിങ്ങൾ ബേജാറാവേണ്ടതൊക്കെ അതിന്റെ സന്മയത്വം പോലെ ഇൻഷാ അല്ലാഹ് പറയാം കേട്ടാ. അള്ളാഹു സ്വീകരിക്കട്ടെ. സംഘാടകർക്കൊരു ബേജാറുണ്ടല്ലോ സാധുക്കൾക്ക്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. സ്ത്രീകളുടെ ഭാഗത്തേക്ക് ഒരു ബക്കറ്റ് കൊടുത്തു വിടുന്നുണ്ട്. സ്ത്രീകൾ എവിടെ ഇരിക്കുക? എവിടെ? ബാക്കില. ഇപ്പൊ എല്ലാ സഹോദരിമാരും നമ്മുടെ മഹത്തായ ഉറൂസ് മുബാറക്കാണ്, മഹാന്മാരുടെ സാന്നിധ്യമുള്ള സദസ്സാണ്, നമ്മുടെ അവസാനത്തെ ദുആയാണ്. ഇൻഷാ അല്ലാഹ് അതിൽ പങ്കെടുക്കാൻ എല്ലാവരും ഒരു നല്ല സദഖ ഇതിലേക്ക് നൽകുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാനൊരു നാടൻ വർത്തമാനം തന്നെ പറയാത്തത് വിഷയം അത്രയേറെ ഗൗരവമുള്ളത് കൊണ്ടാണ്. കഞ്ചാവിനെ കുറിച്ച് പറയണ്ട, ലഹരിയെക്കുറിച്ച് പറയണ്ട, എല്ലാ തോന്നിയാസം അവസാനിക്കാൻ ഒരൊറ്റ ബോധം മതി, ഇതൊരു യഥാർത്ഥ ജീവിതം അല്ല. ആ ഒരു ബോധമുണ്ടായാൽ എല്ലാവരുടെ മനസ്സും മാറും. അള്ളാഹു സ്വീകരിക്കട്ടെ. അതുകൊണ്ട് വാരി വലിച്ചു പറയുന്നതിലല്ല, അനിവാര്യമായ 3 ചിന്തകൾ ഇനി ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. എത്ര ചിന്തകൾ? 3 ചിന്തകൾ. ആ 3 കൂടെ പറയും ഇൻഷാ അല്ലാഹ്. ഇപ്പൊ തന്നെ 10 കഴിഞ്ഞു. ഇത് വിഷയമില്ല. ആ 3 കാര്യം എപ്പോൾ പറഞ്ഞു തീരുന്നു അപ്പോൾ നമുക്ക് നിർത്തിയാൽ മതി. പോരെ? നിങ്ങളിരിക്കൂലേ? ഞാൻ നേരത്തെ നിർത്തുന്നവർക്ക് പരാതി, ആ പരാതി അങ്ങ് തീരട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ് നല്ല സദസ്. സഹോദരങ്ങളെ ഒത്തിരി പറയുന്നില്ല. എൻ്റെ പൊന്നു സഹോദരങ്ങളോട്, എൻ്റെ ജീവിതം മാറണം, നിങ്ങളുടെ ജീവിതം മാറണം. അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട വഴിയിലൂടെ സഞ്ചരിക്കണം. അവസാനം മരിക്കണ നേരത്ത് നമ്മുടെ മയ്യത്ത് നോക്കിയിട്ട് ആളുകൾ പറയണം, ആ മുഖത്തെന്തോ ഒരു പുഞ്ചിരിയാണ്, മാഷാ അല്ലാഹ്, ആ മുഖത്തെന്തോ ഒരു ചിരിയാണ്. യഥാർത്ഥത്തിൽ ചിരിക്കേണ്ടത് മരിക്കുന്ന സമയത്താണ്. എൻ്റെ പൊന്നു സഹോദരിമാരെ, അതുകൊണ്ട് മനസ്സിനെ കുറച്ചൊക്കെ പിടിച്ചു നിർത്തി, മോഹങ്ങൾക്ക് കുച്ചുവലം കിടിയും. അതുകൊണ്ട് അനിവാര്യമായ 3 ചിന്തകൾ. എത്ര ചിന്തകൾ? ഉറങ്ങാണോ? പറഞ്ഞിട്ട് പോകുമ്പോൾ ഞങ്ങൾ സൂറത്തുൽ മുൽക്കിൻ്റെ 2 ആയത്ത് പഠിച്ചു. 1-ാമത്തെ ആയത്തിൻ്റെ അർത്ഥം എല്ലാത്തിൻ്റെയും അധികാരം അള്ളാഹ്ക്കാണ്. 2-ാമത്തെ ആയത്തിൽ പറഞ്ഞത് ഈ ജീവിതം ഒരു ജീവിതമേ അല്ല, മരണത്തിന് ശേഷമുള്ള ജീവിതമാണ് ഏറ്റവും നല്ല ജീവിതം. ആ ജീവിതത്തിലേക്ക് നടന്നു പോകണമെങ്കിൽ നമ്മുടെ ചിന്തകളെ നമ്മൾ മാറ്റണം. അനിവാര്യമായ 3 ചിന്തകൾ ഉണ്ടാവണം. ആ 3 ഞാൻ പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. നിങ്ങൾ പ്രാവർത്തികമാക്കൂലേ? ഇൻഷാ അല്ലാഹ് പറയും.
അങ്ങനെ ഇൻഷാ അല്ലാഹ് പറഞ്ഞവരൊക്കെ ഒന്ന് കൈ വെക്കണം. നോക്കട്ടെ, കൈയുള്ളവരൊക്കെ പൊക്കി, 2 കൈയും വെക്ക്. മാഷാ അല്ലാഹ്. താഴ്ത്തിയിട്ട് ഉറക്കം പോകാൻ വേണ്ടി ചെയ്താൽ വേറൊന്നുമില്ല അതിനകത്ത്. ഒന്ന് റീഫ്രഷ്മെൻറ്റ് ചെയ്താണ്, ഒന്ന് റീഫ്രഷ് ആവാൻ വേണ്ടി. നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റമൊക്കെ ഓണാക്കുമ്പോൾ കാണൂലേ റീഫ്രഷ്, അത്രേ ഉള്ളൂ. ഒന്നാമത്തെ ചിന്ത. അപ്പോൾ ആണുങ്ങൾക്ക് ബക്കറ്റില്ലേ? പെണ്ണുങ്ങൾക്ക് മാത്രമുള്ള മുഷാഫത്താ? ആള് ബിരുദന്മാരാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് ആയിക്കോട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ബക്കറ്റ് പിരിവില്ല. അവസാനം എല്ലാവരും വന്നൊന്ന് മുസാഫത്ത് ചെയ്യണം. ഒരു നല്ല സദഖയാണ്. ഇൻഷാ അല്ലാഹ് വരൂലേ? അത് ആ സമയമാകുമ്പോൾ മുങ്ങൂ. ഇപ്പം നമ്മളൊക്കെ വാതിന് പോകുമ്പോൾ ബക്കറ്റിൻ്റെ മുകളിലൊരു വലിയ തുണി കെട്ടിയിട്ടൊരു ചെറിയ ഹോളാണ് ഇടുക. ഇപ്പോൾ ഞാൻ സകാടൊരു ചെന്താന്ന് അതങ്ങോട്ട് ഇടുകയേ ചെയ്യാവുള്ളൂ, വെളിയിലോട്ട് എടുക്കാൻ പാടില്ല. കാരണം ചില ആളുകൾ 50 അതിനകത്തിട്ടിട്ട് 100 തിരിച്ചെടുക്കും. വാതിൻ്റെ ധാരാളം ആളുകൾ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ ഒരു പേടിയുള്ള ആളുകളില്ല ഇപ്പോൾ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പേടിയില്ല. ഒന്നാമത് തെറ്റ് ചെയ്യുന്നവനല്ല. പണ്ട് നമ്മളെങ്ങാനൊരു തെറ്റ് ചെയ്താൽ നമ്മൾ സമ്മതിക്കുമായിരുന്നു. ഇപ്പം സമ്മതിക്കില്ല. പണ്ട് സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ മോശമായ ഫിലിമുകളുണ്ട്, എന്നതിനകത്ത് എഴുതിയിട്ടുണ്ടാവും. അതിൻ്റെ പോസ്റ്റർ എങ്ങാനും നോക്കി നിന്നാൽ വാപ്പ കണ്ടാൽ പിടിച്ചിട്ട് നീ എന്ത് വൃത്തികേടാ കണ്ട, വാപ്പ അടിച്ച് പൊതിച്ചു കളയും. വാപ്പാനോട് അല്ലാ വാപ്പ ഞാൻ ഇനി കാണുകയോ ഇല്ല. അങ്ങനെയല്ലേ പറയൂ? അങ്ങനെയല്ലേ പറയൂ? നിങ്ങളെന്ത് മനുഷ്യന്മാരെ, ഇനി അതിന് ബുഖാരി ഓതണോ? അങ്ങനെയല്ലേ പറയൂ? ഉറപ്പാണ്. ഇപ്പോ ഫോണിൽ ഏതൊരു മോശമായ പിക്ചർ വന്നു. എന്തിനാണ് അത് കണ്ടതെന്ന് ചോദിച്ചാൽ അപ്പ കുട്ടി പറഞ്ഞത് അള്ളാണ് വാപ്പ, ഇത് ഞാൻ ഇട്ടതല്ല, ഇത് വേറൊരുത്തൻ്റെ കൂട്ടുകാരൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഞാൻ ലൈക്ക് ചെയ്തപ്പോൾ അവൻ്റെ അതിനകത്ത് പറഞ്ഞ പിക്ചറൊക്കെ ഇതിനകത്ത് വന്നതാണ്. ഞാൻ അവനോട് എനിക്ക് അയക്കരുതെന്ന് അള്ളാണ്, ഞാൻ ചെയ്തതല്ല. ഇപ്പം തെറ്റ് ചെയ്താൽ സമ്മതിക്കില്ല. പണ്ട് കാലത്ത് തെറ്റ് ചെയ്താൽ സമ്മതിക്കും. കാരണം അള്ളാനെ പേടി വല്ലാതെ കുറഞ്ഞു വരികയാണ്. കുരുത്തക്കേട് കാണിച്ച കുട്ടിയല്ല പ്രതി, ആ കുട്ടിയെ അടിച്ച അധ്യാപകനാണ് പ്രതി. അല്ലേ? എല്ലാവരും തലയാട്ടുന്നു, ഉസ്താദെ എല്ലാം ശരിയാണ്, അവനാൻ്റെ മക്കളെ അടിച്ച അപ്പോൾ കാണുകയും ചെയ്യാം. എന്നെ മദ്രസയിൽ ഒരിക്കൽ ഉസ്താദ് അടിച്ചു. ഞാൻ വീട്ടിൽ പോയിട്ട് ഉമ്മയോട് പറഞ്ഞു അയാൾ ശരിയല്ല, മുസ്ലിയാർ ശരിയല്ല എന്ന് പറഞ്ഞു. ഉമ്മ ഒരെണ്ണം എൻ്റെ കഴുക്കത്ത് തിരിച്ചിങ്ങോട്ട് പോടാ മദ്രസ എന്ന് പറഞ്ഞു. ഇപ്പോഴെങ്ങാനും അതുകൊണ്ട് ആ മകൻ ഇന്ന് ഇങ്ങനെയായി. അടിച്ച ഉസ്താദാണ് പ്രതി, മോശം കാണിച്ച വിദ്യാർത്ഥിയല്ല. തെറ്റുകൾ സമ്മതിക്കാൻ ആരും തയ്യാറല്ല. അതാണ് ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് ഞാൻ മനസ്സിലാക്കാൻ. അതൊന്നും തെറ്റല്ല. നമ്മൾ വേറൊന്നിനെ കീഴ്പ്പെട്ടു പോയി. നമുക്ക് വാട്സപ്പ്, ഫേസ്ബുക്ക് 24 മണിക്കൂർ ഈ വാട്സപ്പ്. ഒരു ഫോണുമുണ്ട്. ആ ഫോണൊക്കെ ഒരു മുസല്ലയുടെ വലിപ്പം കാണും. അത് കൊണ്ടുവന്ന് നിസ്കരിക്കാൻ വേണ്ടി ഫോൺ കൊണ്ട് മുമ്പിലങ്ങ് ഇടും. പുറകെ കൈകെട്ടണ വേണ്ട ഏതോ പിള്ളേരുടെ മയ്യത്ത് നിസ്കാരം എന്ന് വിചാരിക്കും. ഇത് വാട്സപ്പ്. ആണുങ്ങൾക്ക് മുഴുവനും വാട്സപ്പിന്റെ ലഹരി, പെണ്ണുങ്ങൾക്ക് മുഴുവനും സീരിയലിന്റെ ലഹരി. അതിന്റെ രണ്ടിനെയും മുമ്പിലിരുന്നാൽ പിന്നെ അവർക്ക് സ്ഥലകാല ബോധമില്ല. റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ഇങ്ങനെ ഞെക്കിയാ പോവുക. വണ്ടി വന്ന് കയറിയാലും അറിയില്ല. ബസ് വന്ന് ഓണടിക്കാൻ നിങ്ങൾ നോക്കൂ. ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ മുമ്പിൽ എൻ്റെ ഡ്രൈവർ വരുന്നു, സാമാന്യ സ്പീഡുണ്ട്. ഫ്രണ്ടിൽ റോഡ് സൈഡിൽ കിടന്ന ഒരു വണ്ടി നേരെ വട്ടം തിരിച്ചു. എൻ്റെ ഡ്രൈവർ നിർത്താതെ അടിച്ചിട്ടും അവൻ വട്ടം തിരിക്കാൻ. അടുത്ത് വന്ന് ഒരു വ്യക്തി ചവിട്ടിയിട്ട് നോക്കുമ്പോൾ അവൻ ഒറ്റ കയ്യിലാണ്, ഇതിനകത്ത് മൊബൈലാണ്. ആലോചിച്ച് നോക്കി. ഫോണിങ്ങനെ ഞെക്കി പിടിച്ചിട്ട് അവ അറിഞ്ഞിട്ടില്ല ഒരു ലഹരിയാണ് വാട്സപ്പ് എന്ന് പറയുന്നത്. റോഡ് മുറിച്ച് കിടക്കുമ്പോൾ പള്ളിയിൽ നിസ്കരിക്കാൻ പറഞ്ഞാൽ അസ്സലാമു അലൈക്കും, വലൈക്കും സലാം. സലാം പറയാൻ ആളില്ല. മയ്യത്ത് കണ്ടാൽ സലാമില്ല. ഈ ഞെക്കല് തന്നെ. ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ചാറ്റ് ചെയ്ത് നേരെ പോയി വീട്ടിൽ പോയി കയറി. അവൻ ഞെക്കി ഇങ്ങനെ പോയി നേരെ പോയി വീട്ടിൽ പോയി കയറി. ആ വീട്ടിൽ സീരിയൽ കണ്ടോണ്ടിരുന്ന പെണ്ണ് നേരെ ചായ ഇട്ടോണ്ട് ഇവന്റെ കൈ കൊണ്ട് കൊടുത്തു. പറഞ്ഞ മനസ്സിലായില്ല? ഞാൻ പറഞ്ഞക്ക് മനസ്സിലായില്ല. ഇവൻ ഞെക്കി പോയി നേരെ പോയി വീട്ടിൽ പോയി കയറി. ആ വീട്ടിൽ സീരിയൽ കണ്ട് ലഹരി മൂത്ത പെണ്ണ് ചായ ഇട്ട് അടുക്കളയിൽ പോയി, ഫ്രണ്ടിൽ ആണുങ്ങൾ വന്നപ്പോൾ അടുക്കളയിൽ പോയി ചായ ഇട്ട് കൊണ്ടുവന്ന് അവന്റെ കൈ കൊടുത്തു. ഇവൻ ഞെക്കി പോയി കയറിയത് ഇവന്റെ സ്വന്തം വീട്ടിലുമല്ല,
അവള് ചായ ഇട്ട് കൊടുത്തത് സ്വന്തം ഭർത്താവിനുമല്ല. അവള് വിചാരിച്ചത് എൻ്റെ ഭർത്താവാണെന്നാണ്, ഇവൻ വിചാരിച്ചത് എൻ്റെ വീടാണെന്നാണ്. യഥാർത്ഥത്തിൽ ഇതാണ് ഒരവസ്ഥ അല്ലേ? നിസ്കാരം കഴിഞ്ഞ സലാം വീട്ടിയാൽ ആദ്യം എല്ലാവരും കണക്കാണ്. നിസ്കാരം കഴിഞ്ഞ സലാം വീട്ടി ആദ്യം മെസ്സേജ് വന്നോ ഇല്ലയോ? ഇത് നമ്മളെ വല്ലാതെ കീഴ്പ്പെടുത്തുകയാണ്. നമുക്ക് ചിന്തിക്കാൻ സമയമില്ല. മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഉണ്ടോ? ഇല്ല. മയ്യത്ത് കണ്ടു കഴിഞ്ഞാൽ പണ്ടൊരു മരണ വീട്ടിൽ പോയാൽ അടുത്തു നിന്ന് മാറി നിന്ന് കരയും, അല്ലാഹുവേ നാളെ ഞാനും ഇതേപോലെ പോകേണ്ടതല്ലേ? ഇദാ ഹമൽത ഇലൽ ഖുബൂരി ജനാസതൻ ഫയഖിം ബിഅന്നക ബഅദഹാ മഹ്മൂലു. പടച്ചവനെ നാളെ ഇതേപോലെ എണ്ണയും കൊണ്ടുപോകുമല്ലോ. ഇത് മയ്യത്ത് കണ്ടു മാറി നിന്നിട്ട് ചിന്തിക്കാൻ സമയമില്ല. അതാണ് പുതിയ ലോകത്തിൻ്റെ ഏറ്റവും വലിയ വിശേഷം. മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല, ഭാര്യയെക്കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല, മക്കളെക്കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല. ഭാര്യ അവൾ പോട്ടെ, അടുത്ത എനിക്ക് കിട്ടും. ഏതോ ഒരു ദർഗയ്ക്കടുത്തുള്ള കിണറ്റിൽ പൈസ ഇട്ടാൽ പൈസ ഇടുന്ന സമയത്ത് മനസ്സിൽ ഏത് കാര്യമാണോ ഉദ്ദേശിക്കുന്നത് അത് നടക്കുമെന്നാരോ പറഞ്ഞു. ആ ദർഗയിലെ പൊട്ടക്കിണറ്റിൽ പോയി പൈസ ഇട്ടു. ഇടാൻ നേരത്തൊരു വലിയ കാര്യം മനസ്സിൽ വിചാരിച്ചു. അടുത്ത് ഭാര്യയുണ്ട്. ഭർത്താവിട്ട പൈസ എവിടെ വീണു എന്നറിയാൻ ഭാര്യ കിണറ്റിലോട്ട് എത്തി നോക്കി. അവൾ നേരെ കിണറ്റിൽ വീണു. അപ്പൊ ഭർത്താവ് പറയാണ്, പടച്ചോനെ വിചാരിച്ച കാര്യം ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറഞ്ഞ മാതിരി. ഈ വിചാരിച്ച കാര്യം ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന്. എല്ലാവർക്കും അവരവർക്ക് മറ്റൊരാൾ ഭാരമായി. ഞാൻ ചിരിക്കാൻ പറഞ്ഞല്ല. ഭാര്യയ്ക്ക് ഭർത്താവ് ഒരു ഭാരമായി. ഭാര്യയ്ക്ക് ഭർത്താവ് എന്ന് പറയുന്നത് സ്വർഗത്തിലേക്കുള്ള കവാടമായില്ല. ഭർത്താവിന് ഭാര്യ കടമകൾ വീട്ടേണ്ട അള്ളാഹു പറഞ്ഞ ഏറ്റവും വലിയ കടമയായില്ല. ഭർത്താവിന് ഭാര്യ ഏത് സമയത്തും ഒഴിഞ്ഞു പോകേണ്ട ഒരു ചരക്കായി. മാതാപിതാക്കൾക്ക് മക്കള് ഭാരമായി, മക്കൾക്ക് മാതാപിതാക്കള് ഭാരമായി. സഹോദര, ഞാൻ നേരത്തെ പറഞ്ഞു, അടുക്കളയിൽ നിൽക്കുന്ന അമ്മയെ പുറകിൽ നിന്ന് അടിച്ചു വീഴ്ത്തി മാറിടത്തിൽ ചവിട്ടിപ്പിടിച്ച് കഴുത്തിൽ ശാളുമുളുക്കി കൊന്ന് വലിച്ചോണ്ട് പോയി മകൻ അമ്മയെ കത്തിച്ച് ചാമ്പലാക്കി. നടുക്കം വിട്ടുമാറുന്നതിന് മുമ്പേ കൊല്ലം ജില്ലയിൽ നിന്ന് വാർത്ത, ഈ അമ്മ സ്രാവിൽ കടന്ന മകനെ വലിച്ച് താഴെയിട്ട് മകനെ പോയി കത്തിക്കരിച്ച് ചാമ്പലാക്കി. അമ്മ പുശാചുക്കൾ പാർക്കുന്ന വേതാള നഗരം പോലെ ഈ ഭൂമി അധപ്പതിച്ചു പോകുമ്പോ, ഈ ഭൂമിയിൽ മനുഷ്യന്മാരില്ല, രാക്ഷസന്മാര് വാണരുടുമ്പോ, ഓരോ ദിവസവും ഓരോ വാർത്തകളും നമ്മുടെ ചെവിയിലേക്ക് കടന്നു പോകുമ്പോ, സഹോദര, ഇനി ഈ ലോകത്ത് ഏറ്റവും നല്ലവനായി ജീവിക്കണോ? അനിവാര്യമായ 3 ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. അക്കമിട്ട് പഠിച്ചോളുക. 1, അള്ളാഹു എന്നെ കാണുന്നുണ്ടെന്നുള്ള ബോധമുണ്ടാവുക. ഓരോ ആണിനോടും പെണ്ണിനോടും വിനീതനായ വാക്കവിയുടെ വാക്കുകൾ കാണത്തി ഒരൽപ്പം കഴിയുമ്പോൾ നമ്മൾ പിരിയുകയാണ്. ആ സമയത്ത് നമ്മുടെ മനസ്സിലോത്തിരിക്കാൻ ഇനി മുതൽ നമ്മുടെ ചിന്തകൾ ഈ ചിന്തയാകണേ. 1, എന്റെ അള്ളാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അന തഅബുദല്ലാഹ കഅന്നക തറാ ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാ. എന്റെ ചെറുപ്പക്കാരെ, ഈ ബോധം മനസ്സിലേക്ക് ചേർത്ത് വെക്കുക. അള്ളാഹുവിനെ ഞാൻ കാണുന്നില്ലെങ്കിലും അള്ളാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കെന്റെ റബ്ബിനെ പേടിയാ, എനിക്കെന്നെ അള്ളാനെ പേടിയാ. സഹോദര, ഈ പേടിയിലൂടെ നടന്നു പോകുമ്പോ എനിക്കെന്റെ റബ്ബിനെ പേടിയാ. ഈ ഉപ്പളക്കുന്നിലെ ഓരോ വീട്ടിലും ഇങ്ങനെ ഒരു ചിന്തയുണ്ടാവണം. ആണിനുണ്ടാവണം, പെണ്ണിനുണ്ടാവണം, മക്കൾക്കുണ്ടാവണം. പാതിരാ സമയത്ത് ഉമർ റളിയല്ലാഹു തആല നടന്നു പോകുമ്പോ, മോളെ പാലില് വെള്ളം ചേർക്കോളെ. ഉമ്മ, ഉമർ കാണില്ല. ഉമ്മ, മോളെ ഉമർ റളിയല്ലാഹു തആല ഉറക്കമാണല്ലോ. ആരും അറിയാതെ പാലില് വെള്ളം ചേർക്കാൻ കൗമാരക്കാരിയായ സുന്ദരി പെണ്ണിനോട് പറഞ്ഞപ്പോ ആ പെണ്ണ് ചോദിച്ചൊരു മറുപടിയുണ്ട്. ഉമ്മ, ഇദാ കാന ഉമറു നായിമൻ ഫറബ്ബു ഉമറു യഖ്ലാ.
ഉമർ ഇറങ്ങിയാലും ഉമറിന്റെ റബ്ബിറങ്ങില്ലല്ലോ ഉമ്മ. ഉപ്പളക്കൊന്നിലെ വീട്ടിൽ ഈ കൗമാരക്കാരി ഉണ്ടാവട്ടെ, ഉമ്മ തെറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഉമ്മയുടെ കൈ പിടിച്ചിട്ടുമ്മ, അള്ളാനെ പേടിക്കണേ ഉമ്മ, അള്ളാനെ പേടിക്കണേ ഉമ്മ, ഉപ്പാനെ ചതിക്കല്ല ഉമ്മ, ഗൾഫിൽ നിൽക്കുന്ന ഉപ്പാനെ ചതിക്കല്ല ഉമ്മ, അള്ള കാണുന്നുണ്ടുമ്മ എന്ന് പറയുന്ന കൗമാരക്കാരി +1 പഠിക്കുന്ന, +2 പഠിക്കുന്ന, എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന, ഹോസ്റ്റലിൽ താമസിക്കുന്ന, ആരുമില്ലാത്ത സമയത്ത് കോളേജിന്റെ ഇടനാടികളിൽ കാമകനോട് സല്ലാപം നടത്തുന്ന, അന്യപുരുഷനുമായി ബീച്ചുകളിലൂടെ കറങ്ങി നടക്കുന്ന കൗമാരക്കാരിയിൽ നിന്ന് മാറി വീടിന്റെ ഉള്ളിൽ ഉമ്മ ഒരു തെറ്റ് ചെയ്യാൻ പോയാൽ ഉമ്മാടെ കയ്യിലേക്ക് കടന്നു പിടിച്ചിട്ടുമ്മ, അള്ളാനെ പേടിക്കണേ, ആഖിറത്തെ പേടിക്കണേ, ഉപ്പാനെ ചതിക്കല്ല ഉമ്മ എന്ന് തിരുത്തി കൊടുക്കാൻ കഴിയുന്ന കൗമാരക്കാര് ഉപ്പളക്കുന്ന് മുഹീദ്ദീൻ മസ്ജിദിന്റെ ഓരോ മഹല്ലിലെ വീടെങ്ങനെയായി മാറണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഏത് തെറ്റ് ചെയ്യാൻ പോയാലും പാതിരാ സമയത്ത് ഞാൻ മദ്യപിച്ചാൽ എന്റെ ഭാര്യ അറിയില്ല, എന്റെ മക്കൾ അറിയില്ല, നാട്ടുകാരും അറിയില്ല, എന്നാലും എന്റെ റബ്ബറിയാതിരിക്കില്ലല്ലോ. കഹിനെ ലഗി ഹേ മേം സബ് ദർവാസ ബന്ദ് കർ ഡാലാ ലേകിൻ ബന്ദ് ന ഹോ ഗയി ഇഖ്ദർ ഖുദാ വാലാ. ആരുടെ വാതിലടഞ്ഞാലും അല്ലാഹുവിന്റെ വാതിലടയില്ലല്ലോ. ഏത് സമയത്തും മനസ്സിലൊരു ചിന്ത വേണം, അല്ലാഹുവേ ഞാനിനി മദ്യപിക്കില്ല, ഞാനിനി പലിശ വാങ്ങിക്കില്ല, ഞാനിനി ചൂതാട്ടം നടത്തില്ല. കാരണം നീ എന്നെ കാണുകയാണല്ലോ, നീ എന്നെ കാണുകയാണല്ലോ. ഇത് മദ്യപാനത്തിൽ മാത്രമല്ല, കുടുംബ ജീവിതത്തിലും അല്ലാഹുവിനെ കുറിച്ച് പേടിയുണ്ടാവണേ. ഈ അഹമ്മദ് കബീർ പറയുന്നത് മുഴുവനും ഖുർആനാണ്, ഖുർആനാണ്. ഒരു വാപ്പാന്റെ 2 മക്കൾ തമ്മിൽ തെറ്റിലാണ്, 2 സഹോദരങ്ങൾ തമ്മിൽ പകയാണ്. ആ സമയത്ത് ജേഷ്ഠനായ കാബീല് അനിയനായ നിരപരാധിയായ അനുജനോട് കൊല്ലാൻ വരുന്ന സമയത്ത് അനുജൻ ഹാബീല് പറഞ്ഞ ഒരു മറുപടിയുണ്ട്. കാബീല് അനുജനോട് അസൂയ മൂത്തിട്ട് ഒട്ടകത്തിന്റെ തോളല് കൊണ്ട് തലയിലടിച്ച് കൊല്ലാൻ വരുമ്പോ, തന്റെ പ്രിയപ്പെട്ട ജേഷ്ഠൻ തന്നെ കൊല്ലാൻ വരുമ്പോ അനിയനായ ഹാബീല് പറയുന്നൊരു മറുപടി ഖുർആൻ പറയുന്നുണ്ട് സൂറത്തുൽ മാഇദ, ലഇൻ ബസത്ത ഇലയ്യ യദക ലിതഖ്തുലനി മാ അന ബിബാസുത്തിൻ യദിയ ഇലൈക ലിയഖ്തുലക ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. തന്റെ ജേഷ്ഠൻ തന്നെ കൊല്ലാൻ ഒട്ടകത്തിന്റെ തോളല് കൊണ്ട് അടിക്കാൻ വരുമ്പോ, പ്രിയപ്പെട്ട ജേഷ്ഠാ, നിങ്ങൾ എന്നെ കൊല്ലാമെന്നാലും നിങ്ങളോട് ഞാൻ തിരിച്ചൊന്നും പറയില്ല. അതെനിക്ക് നിങ്ങളോട് തിരിച്ചു ചെയ്യാൻ അറിയാത്തത് കൊണ്ടല്ല, തിരിച്ചു ചെയ്യാൻ എന്റെ കൈക്ക് ആരോഗ്യമില്ലാത്തിട്ടല്ല, ഈ പറയുന്നത് പോലെ തിരിച്ചു പറയാൻ അനുജന് കഴിയാത്തത് കൊണ്ടല്ല. പക്ഷേ ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. എന്റെ പ്രിയപ്പെട്ട ജേഷ്ഠാ, എനിക്ക് എന്റെ റബ്ബിനെ പേടിയോ. ഇവിടെ നമ്മൾ തമ്മിൽ മത്സരിച്ചാല് നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ മുമ്പിലും മറുപടി പറയണ്ടേ എന്ന് ജേഷ്ഠനായ കാബീലിനോട് ഹബീല് പറഞ്ഞ മറുപടി എന്റെ ഉപ്പളക്കുന്നിലെ സഹോദരങ്ങളോട് ഏത് കാര്യമാണെങ്കിലും ഞാൻ ചുരുക്കുകയാണ്. അത് വ്യക്തി ജീവിതത്തിൽ, സ്വകാര്യ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ പെണ്ണേ ഞാൻ ക്ഷമിക്കുന്നത് ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. എനിക്കെന്റെ അല്ലാഹുവിനെ പേടിയാ, അവൻ എന്നെ സദാ നിരീക്ഷിക്കുന്നുണ്ട്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. എന്റെ അല്ലാഹു സദാ എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ബോധം തരട്ടെ, ആമീൻ പറ. പിന്നെ അവൻ തെറ്റിയോ? അള്ളാഹു എന്നെ കാണുന്നുണ്ടെന്ന് ചിന്തിക്കുന്നവൻ പിന്നെ തെറ്റിയോ? അവനെ നന്നാക്കാൻ പിന്നെ വാള് വേണോ? അവനെ നന്നാക്കാൻ പിന്നെ ഉസ്താദ് വേണോ? അവനെ നന്നാക്കാൻ അവൻ തന്നെ മതി. അതുകൊണ്ട് ഈ 3 ചിന്ത, പെണ്ണുങ്ങളെ, സഹോദരിമാരെ, അഹമ്മദ് കബീർ വാക്കവി ഒന്നും പറഞ്ഞില്ലെന്ന പരാതി വേണ്ട. എൻ്റെ റബ്ബ് എന്നെ കാണുന്നുണ്ടെന്നുള്ള ബോധം, ചിന്ത മനസ്സിലുണ്ടാവുക. 1. ഇപ്പം എത്ര എണ്ണം പറഞ്ഞേ? 1. ഇനി അടുത്തേടാ 1 കഴിഞ്ഞാൽ പിന്നെ എത്രയാ? അങ്ങനെ പറ. 2. എന്നാലും ഉറക്കം പോവും. ചുമ്മാ ഇരുന്ന് കേൾക്കാൻ എനിക്ക് അത് താല്പര്യമില്ല. ഞാൻ ഇങ്ങനെയൊക്കെയാണ്. അടുത്തത്
രണ്ടാമത്തേത് കാന്നക്കത്തമൂത്തുകതാ, അടുത്ത സമയം ഞാൻ മരിക്കുമെന്ന് ചിന്തിക്കുക. പിന്നെ വേറെന്താ വേണ്ടത്? അഹമ്മദ് കബീർ പോവുകയാണ് സലാം പറഞ്ഞ്. എൻ്റെയും നിങ്ങളുടെയും ചിന്ത, പറഞ്ഞവൻ്റെയും കേട്ടവൻ്റെയും ചിന്ത, അടുത്ത നിമിഷം ഞാൻ മരിക്കും. ഇതെൻ്റെ അവസാനത്തെ ഇശാ നിസ്കാരമാണ്. നാളത്തെ ഇശായ്ക്ക് ഞാൻ ഉണ്ടാവില്ല. അന്നത്തെ ഇശായ്ക്ക് എന്ത് തക്കവയായിരിക്കും? പടച്ചോനെ, ഇതെൻ്റെ അവസാനത്തെ സുബഹിയാണ്. ഞാൻ അടുത്ത സുബഹിക്ക് ഞാൻ ഉണ്ടാവില്ല. ആ സുബഹി എത്ര മനസാന്നിധ്യത്തോടെ നമ്മൾ നിർവഹിക്കും? അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ പറ. ഞാൻ അതിനെക്കുറിച്ച് ഇന്നലെ സിറാജുദ്ദീൻ ഖാസിമി മരണമൊക്കെ പറഞ്ഞില്ലേ? ഇല്ലേ? പറഞ്ഞില്ലേ? അപ്പൊ പിന്നെ ഇനി ഞാൻ പറയണ്ടല്ല? ഞാൻ പറയണോ? വേണ്ട. വേണ്ടല്ലോ? വേണോ? ചുമ്മാ വേണ്ടെന്ന് പറ. പിന്നെ വേണോന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കണ്ണിച്ചോരയില്ലല്ലോ. എന്താ അബ്ദുൽ ഖാർ ഇങ്ങനെ ഇവര്? എൻ്റെ പഴയകാല സുഹൃത്താ, കണ്ടിട്ട് ഒത്തിരി ആളെ ഇപ്പോഴാ കാണും. ഇപ്പൊ കണ്ടപ്പോ ക്യാമറ. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരട്ടെ. ഭാര്യ മക്കൾക്കൊക്കെ സുഖം തന്നെ. ഈ പണ്ടൊക്കെ സമയം ഉണ്ടായിരുന്നു. ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ആരും അങ്ങനെ കാണാൻ പറ്റില്ല. അപ്പൊ അവര് പറയും ഇയാളൊക്കെ വലിയ ആളായി പോയെന്ന്. അങ്ങനെയല്ല, മനസ്സിലുണ്ട്. ഇപ്പം 3-4 വർഷമായി കണ്ടിട്ടല്ലേ. ഇപ്പൊ കണ്ടോ, എൻ്റെ മനസ്സിൽ പേരോർമ്മയുണ്ടല്ലോ. അതാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് ഇന്നലെ നന്നായിട്ട് കേട്ടു. ഞാൻ 2 വരി കവിത പാടിത്തരാം. 2 വരി കവിത, ഒരറബി കവിയുടെ 2 വരി കവിത. അത് മാത്രം മതി, വേറൊന്നും വേണ്ട. വേറെ കവിതയൊന്നുമല്ല. അറബി കവി വാഴ്ത്തപ്പെടട്ടെ. അദ്ദേഹത്തിന്റെ 2 വരി കവിത. ആ കവിത മതി മരണത്തെ കുറിച്ച് ജീവിതത്തിൽ ചിന്ത വരാൻ. ഹലക്കൽ മുദാവി വൽ മുദാവാ വല്ലദി ജലബദ്ദവാബാഹു വൽ മുസ്തരി. അറബി കവി പാടിത്തരികയാണ്. ഹലക്കൽ മുദാവി വൽ മുദാവാ വല്ലദി ജലബദ്ദവാബാഹു വൽ മുസ്തരി. ഹലക്കൽ മുദാവി, ചികിത്സിച്ച ഡോക്ടറും മരിച്ചു. വൽ മുദാവാ, ചികിത്സിക്കപ്പെട്ട രോഗിയും മരിച്ചു. അല്ലദീ ജലബദ്ദവാ, ഇവർക്കും മരുന്ന് കൊണ്ടുവന്ന മെഡിക്കൽ റെപ്പ് മരിച്ചുപോയി. വബാഹു, ഈ മരുന്ന് വാങ്ങാൻ വന്ന കൂട്ടിരിപ്പുകാരനും, വബാഹു, ഇതിനെ വിൽക്കാൻ വിട്ട ഫാർമസിക്കാരനും മരിച്ചില്ലയോ? വൽ മുസ്തരി, അത് വാങ്ങിക്കാൻ വന്ന കൂട്ടിരിപ്പുകാരനും മരിച്ചില്ലയോ? ഇനി ആരാണ് മരിക്കാനുള്ളത്? ചികിത്സിച്ച ഡോക്ടർ മരിച്ചു, രോഗിയും മരിച്ചു. ഈ ഡോക്ടർക്ക് മരുന്ന് കൊണ്ടുവന്ന മെഡിക്കൽ റെപ്പും മരിച്ചു. വബാഹു, ഈ മരുന്ന് വിട്ട മെഡിക്കൽ സ്റ്റോറുകാരനും മരിച്ചു. വൽ മുസ്തരി, വാങ്ങിക്കാമെന്ന കൂട്ടിരിപ്പുകാരനും മരിച്ചു. മരുന്ന് കൊണ്ടൊരാള് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ രക്ഷപ്പെടേണ്ടത് ഫാർമസിക്കാരനല്ലേ? അവന്റെ അലമാറിയിലിരിക്കാത്ത ഏതു മരുന്നാണുള്ളത്? എന്നിട്ടും മെഡിക്കൽ സ്റ്റോർ മുതലാളി മരിച്ചു പോയില്ലേ? പിന്നെങ്ങനെയാണ് സഹോദരങ്ങളെ മരണത്തിൽ നിന്നൊരാള് രക്ഷപ്പെട്ടു പോവുക? അറബി കവിയുടെ ഈ വാക്ക് വാഴ്ത്തപ്പെടട്ടെ. ഹലക്കൽ മുദാവി വൽ മുദാവാ വല്ലദീ ജലബദ്ദവാബാഹു വൽ മുസ്തരി. ഈ മരണത്തെ കുറിച്ച് ഓർമ്മിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് സമയത്തും മരണത്തെ ഓർമ്മിക്കുക. നമ്മുടെ വീട്ടിൽ മാറ്റമുണ്ടാകാൻ ഒരു ചെറിയ കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. വീട്ടിലെ ഭർത്താവ് നന്നാവും, ഭാര്യ നന്നാവും, വീട്ടിലെ പെൺമക്കൾ നല്ലവരാകും. അവര് നിന്നെ ഹറാമ് ചെയ്യില്ല. ഒരു ചെറിയ കാര്യം നിങ്ങൾ ചെയ്താൽ മതി, നിങ്ങളുടെ വീട്ടിൽ അനിവാര്യമായ മാറ്റമുണ്ടാവും. ആ ഒരു ചെറിയ കാര്യം ഈ വിനീതം പറഞ്ഞു തരാം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചെയ്യുമല്ലോ? ചെയ്യില്ലേ? ഉറക്കെ ഇൻഷാ അല്ലാഹ് പറ. നിങ്ങൾ എന്തിട്ട് മനുഷ്യന്മാരാകുള്ളൂ? നിങ്ങൾ ഉറക്കെ പറ. നിങ്ങൾ പൈസ തരണ്ട, 1 ലക്ഷം നിങ്ങൾ തരണ്ട. ഏറെ വന്നാൽ ഒരു 250 രൂപ മുടക്കിയാൽ മതി. എത്ര വകല് പറഞ്ഞാൽ നന്നാവാത്തവര് നന്നാവും. അതിനെന്ത് ചെയ്യണമെന്നറിയോ? വൈകുന്നേരം ഇശാ നമസ്കാരം കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ആ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കയ്യും കഴുകിയിട്ട് ഓരോരുത്തർ അവരവരുടെ കിടക്കറയിലേക്ക് പോകാൻ പോകുന്നതിന് മുമ്പ് വീടിന്റെ മേശയ്ക്ക് ചുറ്റും എല്ലാവരും ഒരുമിച്ചിരിക്കണം. എന്നിട്ട് മകളോട് പറയണം, പൊന്നുമോളെ ഒരു പാട്ട് പാട്, പൊന്നുമോളെ ഒരു പാട്ട് പാട്. മോളെ കൊണ്ടൊരു പാട്ട് പാടിപ്പിച്ചാൽ മതി, നന്നാവും.
അല്ലെ മോനോട് പറയണം, മോനെ ഒരു പാട്ട് പാട്, ആ നാട് മുഴുവൻ നന്നാവും, വീട് മുഴുവൻ നന്നാവും. നിങ്ങൾ എന്നെ അന്തം വിട്ട് നോക്കണല്ലോ മനുഷ്യന്മാരെ, പാട്ട് പാടി നന്നാക്കാനാ. അറിഞ്ഞൂടെ പാട്ട്? ഇവിടെ സീരിയസ് കാര്യം പറയുമ്പോൾ അവിടെ സൈഡാക്കിക്കോളി. നീ ബേഞ്ഞ് കീഞ്ഞ് പോവാനുള്ളതിന് ഇവിടെ നോക്ക്. മകളെ കൊണ്ട് എന്ത് ചെയ്യണം? ഒരു പാട്ട് പാടിപ്പിക്കണം. പഠിപ്പിക്കോ മകനെ കൊണ്ട്? ഏത് പാട്ടാ? മരണത്തെ കുറിച്ച് പാടണം. അല്ലാതെ ഇല്ല മറ്റേ പാട്ടല്ല, പ്രണയം. നീലരാവിൽ നഗ്നമേനികൾ നീലരാവിൽ ഉരസുന്ന സുഖമല്ലോ പ്രണയം. അതല്ല പ്രണയം എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് പറയാൻ ഉത്തരവുണ്ട്, പക്ഷെ പറയാൻ ഈ സ്ഥലം ശരിയാവല്ലാത്തോണ്ട് ഞാൻ പറയാതിരിക്കണം. നമ്മുടെ മാപ്പിളപ്പാട്ട് വലിയ മുബാറക്കായിട്ട് ബിസ്മി പറഞ്ഞ് ഒതുവെടുത്തിട്ട് നമ്മളിട്ട് കേൾക്കണ മാപ്പിളപ്പാട്ടേരാ? നീലരാവിൽ നഗ്നമേനികൾ ഉരസുന്ന സുഖമല്ല പ്രണയം എന്നാരടാ മോനെ പറഞ്ഞത്? പരിപൂർണ നഗ്നമായ രണ്ട് ശരീരം തമ്മിൽ ഉരസുമ്പോൾ ഉണ്ടാകുന്ന വികാരമാണ് പ്രണയമെന്നാണ്. ഏത്? എനിക്കിപ്പോ എഴുതിയവൻ കേസ് കൊടുത്താലും ഡയറക്ടേഴ്സ് എനിക്കത് പുല്ലാണ്. അങ്ങനെയല്ലേ പാട്ട്? അങ്ങനെയല്ലേ? ഓ കഷ്ടം, മുത്തക്കീങ്ങളൊന്നും അറിഞ്ഞൂടാ അവർക്ക്. നിങ്ങൾ ഇരിക്കണ ഇരിപ്പ് കണ്ട ഇവർക്ക് ഇതൊന്നും അറിഞ്ഞൂടാ. മുത്തക്കീങ്ങൾ ഖുർആൻ മാത്രമേ അറിയാവൂ. മാപ്പിളപ്പാട്ട് നഗ്നമേനികൾ നീലരാവിൽ ഉരസുന്ന സുഖമല്ല പ്രണയം എന്ന് പുതിയ കവി. എന്നാ പഴയ കവി എങ്ങനെയാണ്? കാമുകി ചോദിക്കാൻ രമണം പോലും പറഞ്ഞിട്ടില്ല. അങ്ങനെ രമണം പോലും, ചങ്ങമ്പുഴയുടെ രമണം പോലും പ്രണയത്തെ നിരാകരിക്കുകയാണ് ചെയ്തത്. കാനനച്ചോലയിൽ ആടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. ആരും കാണാത്ത കാനനച്ചോലയിൽ ചെറുപ്പക്കാരാ നിന്റെ കൂടെ ആടുമേക്കാൻ ഞാൻ വരട്ടെ എന്ന് ചോദിച്ചപ്പോ ചങ്ങമ്പുഴയുടെ രമണം മറുപടി പറഞ്ഞ എന്താ? പാടില്ല, നമ്മൾ താനെ മറന്നൊന്നും ചെയ്തുകൂടാ. പഴയകാലത്തെ സിനിമാ പാട്ടിൽ പോലും നിങ്ങൾ എന്നെ ഓർക്കണ്ട, ബാക്കവി ഇപ്പൊ സിനിമാ പാട്ട് പറയണമെന്ന്. എന്റെ വായനയുടെ ലോകം വിശാലമാണ്. വിമർശനങ്ങൾ എനിക്ക് പേടിയേയില്ല. പഴയകാലത്തെ സിനിമാ പാട്ടിൽ പോലും പ്രണയത്തെ നിരാകരിച്ചിട്ടുണ്ട്. പുതിയ കാലത്ത് മാപ്പിളപ്പാട്ടിൽ പ്രണയം ലൈംഗികതയായി. ഇതാണ് നമ്മുടെ മക്കൾ കേൾക്കുന്നത്. ഇപ്പൊ മനസ്സിലായ? നമ്മളൊരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കി പഠിക്കണ്ടേ? പഴയകാലത്തെ സിനിമാ പാട്ടിൽ പോലും പ്രണയം ഇല്ല. നമ്മുടെ പുതിയ മാപ്പിളപ്പാട്ട് നമ്മുടെ മക്കളെ കേൾപ്പിച്ചത് ലൈംഗികതയാണ്, പച്ച വ്യഭിചാരം. ആ സമയത്ത് ഖുർആൻ നമ്മുടെ മക്കൾ കേട്ടിട്ടില്ല. ഉണ്ടോ? ഇല്ല. എന്നാലും നിങ്ങൾ പാട്ട് പാടി പഠിപ്പിക്ക്. എല്ലാവരും ഉറങ്ങാൻ നേരത്ത് ഉറങ്ങുന്നതിന് മുമ്പ് വാപ്പയും ഉമ്മയും പെൺമക്കളും ആൺമക്കളും കൂടി ഇരുന്നിട്ട് പാട്ട് പാടാൻ പറയണം മോളോട്. ഏത് പാട്ടാ? തന്റെ കാവ്യ കൗമുദിയുടെ മലയാള അക്ഷരത്തിന്റെ സൗകുമാര്യത്തിന്റെ കാവ്യപണ്ഡിതങ്ങൾ കൊണ്ട് ലോകത്തിൽ ഖബറിനെ കുറിച്ച് പറഞ്ഞതെന്താ? മഹാനായ തഴവാ ഉസ്താദിന്റെ അൽ മവാഹിബുൽ ജലിയ 250 രൂപ വില വരുന്ന ആ ഗ്രന്ഥമൊന്ന് വാങ്ങിച്ചിട്ട് മോളോട് പറയണം, മോളെ കൊണ്ട് പാട്. ആ മോള് ഉറങ്ങുന്നതിന് മുമ്പ് പാടാൻ തുടങ്ങുകയാ. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടനുവാ വിട്ടു നീ കരേണ്ടതാ. മേടയ്ക്കു പകരം മോളമാ സുബ്ഹാന റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാന. ആ മോള് പാടുകയാണ്, ഉപ്പ ഉമ്മ സഹോദര കേൾക്കണേ, ഖബറെന്ന് പറയുന്നത് ഒരു ഭയങ്കര വീടാണ്. ആ ഖബറിലേക്ക് നമ്മളെ കൊണ്ടുപോയി വെച്ചാൽ മെത്തയ്ക്കു പകരം മണ്ണതിൽ വിരിച്ചിട്ടതാ. സുബ്ഹാന റബ്ബി ഇരുളിനാൽ പെയിന്റിട്ടതാ. ഉപ്പാവിടെ മെത്തയില്ല, മണ്ണാണ് വിരിച്ചിട്ട ഉപ്പ. സിംഹാസനത്തിന് ചുറ്റി നിന്നവരല്ലേ പിടിമണ്ണ് വാരിയെറിഞ്ഞതത്ഭുതമല്ലേ.
ഉപ്പ മരിച്ചിട്ടും മണ്ണിന്റെ അടിയിൽ മലന്ന് കിടക്കുമ്പോ ഉപ്പാടെ കസേരക്ക് ചുറ്റും നടന്ന മക്കളായ ഞങ്ങള് ഉപ്പാന്റെ ശരീരത്തിലേക്കും മണ്ണ് മാറിയിടും. ഉപ്പ കബറിന്റെ അടിയിൽ അടക്കം ചെയ്യപ്പെട്ടിട്ട് തിരിച്ചു വന്ന പിന്നെ എന്റെ ഉമ്മ കബറിന്റെ ഉള്ളിൽ ഒറ്റ കാണുമ്പോ ഇങ്ങനെ ഒരു 10 വരി പാടണം. എന്നിട്ട് എല്ലാവരും കൂടി അവനവന്റെ ബെഡ്റൂമിൽ കിടക്കാൻ പോയി. അവന്റെ ലൈറ്റ് അങ്ങ് ഓഫ് ആക്കുമ്പോ ഇരുട്ടായി. അല്ലാഹുവേ, നേരത്തെ മോള് പറഞ്ഞ കബറിന്റെ ഇരുട്ടല്ലേ ഇത്? ഈ വിശാലമായ മുറിക്കുള്ളിൽ എനിക്ക് ഞെരുക്കമാണല്ലോ. 6 അടിയുള്ള മണ്ണിന്റെ അടിയിൽ ഞാൻ എങ്ങനെ കിടക്കുമല്ല? പിന്നെ ഫേസ്ബുക്കിൽ വിരൽ ചലിക്കൂല മോളെ, പൊന്നുമോളെ. ഭർത്താവ് വിദേശത്താണെങ്കിലും മിസ് കോൾ പിന്നെ അറ്റൻഡ് ചെയ്യാൻ തോന്നൂല, പിന്നെ ഹറാമ് ചെയ്യാൻ തോന്നൂല. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകണോ? ഈ ചെറിയൊരു ഗ്രന്ഥം വായിച്ചിട്ടുറങ്ങുന്നതിന് മുമ്പ് ഒരു 10 വരി വായിക്കേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, തൗഫീഖ് നൽകട്ടെ. മരണത്തെക്കുറിച്ച് ഓർമ്മിക്കുക. ഞാൻ അവസാനിപ്പിക്കുന്നു. 3ാമത്തെ ചിന്ത, നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കണം എന്ന ബോധമുണ്ടാവുക. യൗമ യഖൂമുന്നാസു ലിറബ്ബിൽ ആലമീൻ. സർവലോക രക്ഷിതാവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് എന്റെ ജീവിതത്തെ കുറിച്ച് ഞാൻ കണക്ക് പറയേണ്ടവനാണ്, ഞാൻ കണക്ക് പറയേണ്ടവളാണ് എന്ന ബോധ്യത്തോടെ ഓരോ ദിവസവും മുന്നോട്ട് നീങ്ങുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് അവനവനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന നന്മകൾ ചെയ്യുക. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോ അഹമ്മദ് കബീറെ നീ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ആ സമയത്ത് പറയാൻ അല്ലാഹുവിനോട്, അല്ലാഹുവേ നീ പറഞ്ഞ ആയുസിന്റെ ഉള്ളില് എന്നെ കൊണ്ട് കഴിയുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ ഒരു ചെറിയ മറുപടി പറയുവാനുള്ള വലിയൊരു ആഗ്രഹമാണ് ഹംദാൻ ഫൗണ്ടേഷൻ. നേരത്തെ അബൂബക്കർ ഹാജി പറഞ്ഞ ഈ വിനീതന്റെ നേതൃത്വത്തിലെ ഹംദാൻ ഫൗണ്ടേഷൻ 3 ഏക്കർ സ്ഥലത്ത് കൊല്ലം ജില്ലയിൽ കേരളത്തിന് ആദ്യമായി ഒരു ഖുർആൻ വില്ലേജ് വരികയാണ്. 100ഓളം ഹാഫിളീങ്ങളുണ്ടവിടെ, 100ഓളം മാലിമീങ്ങൾ പഠിക്കുവാൻ പോകുന്നുണ്ടവിടെ. ഖുർആനിൽ പറഞ്ഞ മരങ്ങളുണ്ടവിടെ, ഖുർആനിൽ പറഞ്ഞ പഴങ്ങളുണ്ടവിടെ, ഖുർആൻ പറഞ്ഞ അത്ഭുതങ്ങളുണ്ടവിടെ. ഒരു ഖുർആന്റെ ലോകത്തേക്ക് നിങ്ങളെ അത്ഭുതത്തോടെ കടത്തിക്കൊണ്ടുപോകുന്ന ഭാര്യയും മക്കളുമായിട്ട് ഉപ്പളയിൽ നിന്ന് കൊല്ലത്തേക്ക് വന്നാൽ അവിടെ വന്ന് ഖുർആൻ പറഞ്ഞ ഓരോ അത്ഭുതങ്ങളെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ട് ഖുർആൻ ഹാഫിളാകുന്ന മക്കളെ കണ്ട് സന്തോഷത്തോടെ പോകാൻ കഴിയുന്ന ഒരു സംരംഭം അല്ലാഹു അതിനെ പൂർത്തീകരിച്ചു തരട്ടെ, അല്ലാഹു പൂർത്തീകരിച്ചു തരട്ടെ. അതിനെ സഹായിക്കുന്നവരെ അല്ലാഹുവേ നീ സഹായിക്കണേ. അല്ലാഹ് എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്യുന്നു, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ ചെയ്യുക. ജമാഅത്ത് കമ്മിറ്റിയെ കൊണ്ട് കഴിയുന്ന കമ്മിറ്റി ചെയ്യുക. ഉസ്താദ് പറയുന്ന വഅലുകൾ, ഉസ്താദ് പറയുന്ന നസീഹത്തുകൾ അത് അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്നത് അദ്ദേഹം ചെയ്യുക. ലത്തീഫ് സാഹിബ് ചെയ്യാൻ കഴിയുന്ന അദ്ദേഹം ചെയ്യുക. അദ്ദേഹത്തെ പോലെ എന്റെ കയ്യിൽ പണമില്ല, നിനക്ക് അല്ലാഹു ആരോഗ്യം തന്നല്ലോ, ആ ആരോഗ്യം കൊണ്ട് റബ്ബിന്റെ ദീനിന് വേണ്ടി ജീവിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.